4 മാസ ഇടവേളകളിൽ നമുക്ക് ലഭിക്കുന്ന 2000 രൂപ സഹായം, വർഷത്തിൽ 6000 രൂപ ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ധനസഹായം നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൃഷിഭൂമി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കുറച്ച് അറിയിപ്പ്. ഈ ആനുകൂല്യവും നമുക്ക് ലഭിക്കണമെങ്കിൽ, അതോടൊപ്പം തന്നെ കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക രജിസ്ട്രേഷൻ, കർഷക ID കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് കാണുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും നടപ്പിലാക്കാറുണ്ട്. എങ്കിലും ആനുകൂല്യങ്ങൾ അക്കൗണ്ടിലേക്കൊക്കെ എത്തുന്നതിന് ഒരുപക്ഷെ കാലതാമസവും അനുഭവപ്പെട്ടേക്കാം. നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷകൾ, നമ്മളുടെ കൃഷിഭൂമിക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വിളയ്ക്ക് ലഭിക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. അത് കാലാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടായി കൃഷി നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന് സംരക്ഷണമുണ്ട്, അതിന് ഇൻഷുറൻസ് ഉണ്ട്. ഇനി മറ്റ് കീടബാധയാണ് എങ്കിൽ പോലും അതിന് സംരക്ഷണം ഒരുക്കുന്ന പദ്ധതികളുണ്ട്. ഇതോടൊപ്പം തന്നെ കർഷകർക്ക് തങ്ങളുടെ കൃഷിഭൂമിയിൽ വിവിധങ്ങളായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിന് വേണ്ടി സബ്സിഡി നൽകുന്നുണ്ട്. 50% തുക ഗുണഭോക്താവ് എടുത്താൽ മതി, ബാക്കി 50% സർക്കാർ എടുത്തുകൊള്ളും. അങ്ങനെയുള്ള സ്കീമുകളും നടപ്പാക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ കർഷകർക്ക് ഭാവിയിൽ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി, അതായത് വർഷം നിലവിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്നതൊക്കെയാണെങ്കിൽ 1600 എന്ന നിരക്കിലൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതേ നിരക്കിൽ അല്ലെങ്കിൽ അന്ന് എത്രയാണോ തുക വരുന്നത് ആ ഒരു നിരക്കിലൊക്കെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പോലും ഇനി കർഷക ID കാർഡുകൾ ഉപകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കർഷകനെ സംബന്ധിച്ച്, കർഷകൻ്റെ കൃഷിഭൂമി സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സുപ്രധാന ഒരു ഡേറ്റാബേസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കർഷക ID ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ലഭിക്കുന്ന ID നമ്പർ അല്ലെങ്കിൽ ഇവിടെ ലഭിക്കുന്ന ഡീറ്റെയിൽസ് ഹാജരാക്കിയാൽ മതി. കർഷകനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അതിലുണ്ടാകും. അതുകൊണ്ട് തന്നെ പിന്നീട് കൃഷിഭവനിലേക്കോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഓഫീസുകളിലേക്കോ 100 രേഖകളുമായിട്ട് പോകേണ്ട ആവശ്യം പോലുമില്ല. കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നവർ പോലും തീർച്ചയായിട്ടും അവർക്കുള്ള ആനുകൂല്യങ്ങൾ തുടർന്നും എല്ലാ വർഷങ്ങളിലും ലഭിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ് കിസാൻ സമ്മാൻ നിധി. എങ്കിലും നമ്മളുടെ സംസ്ഥാനത്തെ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അപ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ കൃഷിഭവൻ തന്നെയാണ്. അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഈ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം പോലും ഈ കർഷക ID കാർഡുകൾ എടുത്ത കർഷകർക്ക് എന്ന രീതിയിലേക്ക് സർക്കാർ നിബന്ധന ഇറക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവരും ഈ കർഷക ID കാർഡ് കതിർ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രാധാന്യമുള്ളതാണ് എന്ന് ഓരോ കർഷകനും മനസ്സിലാക്കുക. ഇനി ഈ കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ലഭിക്കുന്നില്ല എങ്കിലും നമുക്ക് കൃഷിഭൂമി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ കർഷകൻ, ആരുടെ പേരിലാണോ കൃഷിഭൂമി ഉള്ളത് ആ കർഷകൻ തീർച്ചയായിട്ടും ഈ കതിർ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇതിനുവേണ്ടി പ്രധാനമായിട്ടും 4 രേഖകൾ കയ്യിൽ കരുതിയാൽ മതി. കർഷകൻ്റെ ആധാർ കാർഡ്, അപ്ഡേഷൻ ചെയ്ത ആധാർ കാർഡ് ആയിരിക്കണം. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കർഷകൻ്റെ ഫോട്ടോ കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്നത് കൊണ്ട് തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മളെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ഓരോ വർഷത്തെ കരമടച്ച രസീത്, അത് ഏറ്റവും ഒടുവിലായിട്ട് കരമടച്ച രസീതിൻ്റെ പകർപ്പ് അത് കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് ശ്രദ്ധിക്കണം. ഇവയെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ഈ കതിർ ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന്. നമ്മുടെ സംസ്ഥാനത്തെ കോമൺ സർവീസ് സെൻ്ററുകളിൽ, അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജനസേവാ കേന്ദ്രങ്ങളിലും സംവിധാനമുണ്ട്. കതിർ ആപ്ലിക്കേഷനിൽ നമുക്ക് സ്വയമേ രജിസ്റ്റർ ചെയ്യാം. വീട്ടിലെ സ്മാർട്ട് ഫോൺ വഴി തന്നെ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ അപ്പോൾ ഒരുപക്ഷെ കർഷകർക്ക് അതിൻ്റെ വിവിധ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ മാപ്പിൽ രേഖപ്പെടുത്തുക പോലുള്ള വിവിധ കാര്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഓൺലൈൻ സർവീസ് സെൻ്ററിൽ ചെറിയ ഫീസ് നൽകി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അറിയിക്കുന്നത്. അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. ഈ ഒരു പ്രത്യേക കാര്യം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കൂടി വേണം. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.